Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് കാറ്റഗറി, അതായത് 10000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു അൾട്രാ ബഡ്ജറ്റ് കാറ്റഗറിയിലെ ഒരു ഡിവൈസാണ്. ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് സ്മാർട്ട് 6 പ്ലസ് ആണ്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പ്രൈസിങ് വെറും 7999 രൂപയാണ്. വളരെ അഫോർഡബിൾ അല്ലെങ്കിൽ എൻട്രി ലെവൽ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഡിവൈസിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രോസസ്സർ, ക്യാമറ ആസ്പെക്റ്റ്, ഇത് വേർത്താണോ ഈ പ്രൈസ് എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നതാണ്. ഇതൊരു റിവ്യൂ അല്ല, ഇതൊരു ജസ്റ്റ് അൺബോക്സിംഗ്, നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻസും ആണ്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞ പോലെ 7999 ആണ് വില. 3GB റാമും 64GB സ്റ്റോറേജുമാണ്. ഈ 3GB റാമിൽ എക്സ്പാൻഡബിൾ റാമും ഉണ്ട്, അതായത് അഡീഷണൽ 3GB റാം വരെ എക്സ്പാൻഡും ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് സ്മാർട്ട് 6 പ്ലസ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻഫിനിക്സ് സ്മാർട്ട് 6 പ്ലസ് അൺബോക്സിംഗ് തുടങ്ങാം. ഇതാണ് ബോക്സ് പാക്കേജ്. ഇൻഫിനിക്സ് സ്മാർട്ട് 6 പ്ലസ് 6.82 ഇഞ്ചസ് HD+ ഡിസ്പ്ലേന് 500 നിറ്റ്സ് ഓഫ് ഹൈ ബ്രൈറ്റ്നസ് ഉണ്ട്. അപ്പോൾ ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ സാധാരണ കാണാത്തൊരു ഫീച്ചറാണ്. പിന്നെ വളരെ ലാർജ് ഡിസ്പ്ലേ ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് 6GB അപ് ടു 6GB, അതായത് 3+3GB ആണ് വരുന്നത്. 5000 mAh കപ്പാസിറ്റി ബാറ്ററി, 8 മെഗാപിക്സൽ ഡ്യുവൽ റിയർ ക്യാമറേസും ഒരു 5 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയും, ഹീലിയോ G25 ഒക്ടകോ പ്രോസസ്സറാണ്. ഇൻഫാക്റ്റ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഫേസ് അൺലോക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ ഈ ഡിവൈസിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ ലുക്സും ബാക്കി സോഫ്റ്റ്വെയർ ആസ്പെക്റ്റും പറയും. ഇത് ആൻഡ്രോയിഡ് ഗോ ആണ്, ഇത് ഗോ എഡിഷൻ ആണ് ഇത് പവർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ആൻഡ്രോയിഡ് ഗോ എഡിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ലൈറ്റർ വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ആണ്. ഫോർ എക്സാമ്പിൾ ബഡ്ജറ്റ് ഡിവൈസസിന് വേണ്ടിയിട്ടുള്ള ഒരു എഡിഷൻ ആണെന്ന് പറയാം. കാരണം അധികം മെമ്മറി കൺസംഷൻ ഇല്ലാത്ത ഒരു ഡിവൈസായിട്ട് അതിന് പറയാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് സ്മാർട്ട് 6 പ്ലസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം. അതുകൊണ്ട് ഇതൊരു ഗ്ലോസി ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഗ്ലോസി ഫിനിഷാണ്. പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ഡ്യുവൽ റിയർ ക്യാമറാസ് കാണാം. LED ഫ്ലാഷും കാണാം. ഇവിടെ നമുക്കൊരു വാട്ടർ ഡ്രോപ്പ് 5 മെഗാപിക്സൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ഗ്ലോസ് ഫിനിഷാണ് വരുന്നത്. ഇതിൽ ഒരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് പ്രോബ്ലി മൈക്രോ USB ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. USB Type-C ഇല്ല. 3.5 ഓഡിയോ ജാക്കുകൊണ്ട് സ്പീക്കർ യൂണിറ്റ് കാണാം. ബാക്കി ഡീറ്റെയിൽസിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ബാക്കി എന്തൊക്കെ ഇതിൽ നോക്കാം. ഒരു 10 വോൾട്ട് ചാർജറാണ്, 10 വാട്ട് ചാർജറാണ്, 5 വോൾട്ട് 2 ആംപിയർ 10 വാട്ട് ചാർജിങ് ആണ്. സിം ഇജക്റ്റ് പിൻ കാണാം. പിന്നെ മൈക്രോ USB ചാർജിങ് കേബിളാണ്. ഒരു കേസ് ഉണ്ട്, ഇതല്ലേ ഒരു കുഴപ്പമില്ലാത്ത ഒരു കേസും കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് മാനുവലും വാറൻറ്റി ഇൻഫർമേഷനുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. ഇപ്പോൾ ഡിവൈസ് ബൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി ഹാർഡ്വെയർ ആസ്പെക്ട്സ് ഒന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു പ്ലാസ്റ്റിക് ഫിനിഷാണ്, ഒരു ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഓപ്പണിംഗ് സ്ലോട്ട്സ് ഒന്നുമില്ല. പവർ ആൻഡ് വോളിയം കീസ് കാണാം. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാം. നേരത്തെ പറഞ്ഞു മൈക്രോ USB പോർട്ടാണ് വരുന്നത്. പിന്നെ വാട്ടർ ടോപ്പ് നോച്ച്, പിന്നെ സിം ട്രേ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഡിസ്പ്ലേ കാണാം. ഡിസ്പ്ലേൻ്റെ ബെസിൽസ് ഡെഫിനറ്റ്ലി ലാർജ് ആണ്. പക്ഷേ ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റാണ്, വെറും 8000 രൂപേൻ്റെ സെഗ്മെൻറ്റ് ആകുമ്പോൾ നമുക്ക് ഇത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേന് അറൗണ്ട് 500 നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. പിന്നെ 99% sRGB കളർ ഗ്യാമറ്റ് ഉണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. കാരണം ഈ പ്രൈസ് സെഗ്മെൻറ്റിലൊന്നും പൊതുവെ ആരും sRGB വാല്യൂസ് ഒന്നും പറയാറില്ല. ഇവിടെ അത് നല്ലൊരു ഫീച്ചറായിട്ട് ഡെഫിനറ്റ്ലി പറയാം. പിന്നെ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുന്നത്. പിന്നെ ഒരു പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസിക് പ്രൊട്ടക്ഷൻ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്കൊന്നും കുഴപ്പമില്ല. ഒരു 8000 രൂപയ്ക്കുള്ള ഡിസ്പ്ലേ ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസിൽ എനിക്ക് ടച്ച് റെസ്പോൺസും കുഴപ്പമില്ലാത്തതായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ ഓപ്ഷൻ പറയുന്നത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ഇതിൽ ആൻഡ്രോയിഡ് ഗോ എഡിഷനാണ് വരുന്നത്. അപ്പോൾ ഗോ എഡിഷൻ നമുക്കറിയാം കുറച്ചും കൂടെ ലൈറ്റർ വേർഷനാണ്. ഡ്യുവൽ റിയർ ക്യാമറാസ്, ഹീലിയോ G25, ഇൻഫിനിക്സ് സ്മാർട്ട് 6 പ്ലസ് എഴുതിയാണ്. 3+3GB HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്സിലൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ ബാക്കി ഓപ്ഷൻസ്, ഡാർക്ക് മോഡ്, അതേപോലെ ഐ കെയർ മോഡ്, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ്, കിഡ്സ് മോഡ് ഉണ്ട്, പവർ മാരത്തോൺ ഉണ്ട്, XOS ലാബ് ഫംഗ്ഷനാലിറ്റി, സ്പെഷ്യൽ ഫംഗ്ഷൻസ്, മെമ്മറി ഫ്യൂഷൻ ഫംഗ്ഷനാലിറ്റി, ആക്ഷൻസ് ആൻഡ് ജെസ്റ്റേഴ്സ്. XOS ലാബ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ അഡീഷണൽ ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല. പവർ മാരത്തോൺ മോഡ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ബേസിക് ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. ഒരുപാട് ബ്ലോട്ട് വേസ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. കാരണം ഹൈ ബ്രൗസർ, ഹൈ ട്രാൻസ്ലേറ്റ്, അതേപോലെ ഫേസ്ബുക്ക് ലൈറ്റ് വേർഷൻ ഇൻസ്റ്റാൾഡ് ആണ്. എക്സ് ക്ലബ്ബ്, എക്സ് ഷെയർ മിനി, എക്സ് തീംസ്, അതേപോലെ തന്നെ ബൂം പ്ലേ, ബീസ് എന്നൊക്കെ പറഞ്ഞ ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്.
അതൊഴിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. വലിയൊരു പ്രോബ്ലമാറ്റിക് ആയ ഒരു എക്സ്പീരിയൻസ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല, കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ക്യാമറ നോക്കാം. 8 മെഗാ പിക്സൽ ഡുവൽ റിയർ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് മോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് 1080p റെസൊല്യൂഷൻ ഉണ്ട്, AI ക്യാമറ ഉണ്ട്, ബ്യൂട്ടി, ടൈം ലാപ്സ്, AR ഷോട്ട്, ഇങ്ങനെ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ ഒരു 5 മെഗാ പിക്സൽ ഷൂട്ടറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടെ കണ്ടേക്കാം. ഇതെല്ലാം ഇൻഫിനിക്സ് സ്മാർട്ട് 6+ എന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അപ്പോൾ ഒരു ബേസിക് ബഡ്ജറ്റ് സെഗ്മെൻറ്റ് കാറ്റഗറിയിൽ വേണ്ട ക്യാമറയിലുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. ഒരു നല്ല ഫീച്ചർ, ഡെഫിനറ്റ്ലി HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നല്ലൊരു കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. അപ്പോൾ നല്ലൊരു ലാസ്റ്റിംഗ് ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ 10 watt ചാർജിങ് വരുന്നുള്ളൂ, അതും ഈ സെഗ്മെൻറ്റിൽ ഇതൊക്കെ തന്നെയാണ് സാധാരണ വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ രണ്ട് നല്ല ആസ്പെക്ട്സ് എന്ന് വെച്ചാൽ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഫേസ് അൺലോക്കും ഉണ്ട്. അതേപോലെ 64 GB സ്റ്റോറേജും ഉണ്ട്, 3 GB റാമും 3 GB വെർച്വൽ റാമുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ DTS സറൗണ്ട് സൗണ്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് ബേസിക് ഫങ്ഷണാലിറ്റിയും ഫീച്ചേഴ്സും പറയുകയാണെങ്കിൽ. അപ്പോൾ ഇൻഫിനിക്സ് സ്മാർട്ട് 6+ ആണ്. ഇതിൻ്റെ പ്രൈസ് 7999 രൂപയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ക്വിക്കായി അൺബോക്സിങ് ചെയ്തത്. അപ്പോൾ ഈ ഡിവൈസ് വളരെ അഫോർഡബിൾ പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു എൻട്രി ലെവൽ കാറ്റഗറിയിലൊക്കെ വരുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ നിങ്ങളൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ വളരെ പ്രൈസ് കുറഞ്ഞ ഒരു ഡിവൈസായിട്ട് പറയാം. എന്നാൽ വലിയൊരു കോംപ്രമൈസ് ഒന്നുമില്ല. 8000 രൂപയ്ക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക് ഫങ്ഷണാലിറ്റി എല്ലാം തന്നെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് സ്മാർട്ട് HD+ൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.